I would like to confirm all the team management on their respective seats. Team Landmark Group, Team Luther Magralians, Team JRT, Iman India Milano, Team Maxac, Magral Heroes, Lucia Group, and Sea Kings. I would like to request Team JRT, Team India, Iman India Milano, and Magral Heroes to be on their respective seats immediately so that we can start the auction. Oppan Gangnam Style, Gangnam Style. 낮에는 따사로운 인간적인 여자, 커피 한 잔에 여유를 아는 품격 있는 여자, 밤이 오면 심장이 뜨거워지는 여자, 그런 반전 있는 여자. 너는 선호해, 낮에는 너만큼 따사로운 그런 선호해, 커피 식기도 전에 원샷 때리는 선호해, 밤이 오면 심장이 터져버리는 선호해, 그런 선호해. 아름다워 사랑스러워 그래 너 hey. 그래 바로 너 hey. 아름다워 사랑스러워 그래 너 hey. 그래 바로 너 hey. 지금부터 갈 때까지 가볼까. 오빤 강남 스타일 강남 스타일 오빤 강남 스타일 강남 스타일 오빤 강남 스타일 에이 섹시 레이디 오빤 강남 스타일 에이 섹시 레이디 뛰는 놈 그 위에 나는 놈 Baby baby 나는 뭘 좀 아는 놈 뛰는 놈 그 위에 나는 놈 Baby baby 나는 뭘 좀 아는 놈. Dear gentlemen and all my football lovers in Magral, football is like life. It requires perseverance, self-denial, hard work, sacrifice, dedication and respect for authority. We all are here in the auction ceremony of MSL 2012. I welcome all the gentlemen over here in front of me to the Mega Auction 2012. Bidding once 1,300 rupees. Team Maxer. Bidding price Abdul Rashad KM, defender, registered in MSC Magral, has been sold for rupees 1,300 to Team Maxer. Mr. Arif, Sea Kingsന്റെ ഓണർ, എങ്ങനെ താങ്കൾക്ക് ലഭിച്ച ടീമിൽ താങ്കൾ തൃപ്തനാണോ? തീർച്ചയായിട്ടും 23 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് എനിക്ക് കിട്ടിയത്. ചെറുക്കുള്ള പിള്ളേ. എങ്ങനെ കളി അങ്ങനെ ഇപ്പോൾ താങ്കൾ വീക്ഷിക്കുന്നുണ്ടല്ലോ, എങ്ങനെ വിലയിരുത്തുന്നു അവരുടെ കളി? അതിലൊക്കെ ഗ്രൗണ്ടിലുണ്ട്, അതിൽ റിഫായ്, സവാദ്, താങ്കളുടെ പടക്കുതിരകളൊക്കെ ഗ്രൗണ്ടിലുണ്ട്. എങ്ങനെ കളി ഇഷ്ടപ്പെട്ടോ അവരുടെ? തീർച്ചയായിട്ടും വളരെ കൂടുതൽ ആൾക്കാർ പലതും പറഞ്ഞെങ്കിലും ആദിലിൻ്റെ കേളി ശൈലി ഒരു യൂറോപ്യൻ കളിക്കാരൻ്റെത് പോലെയാണ്. നല്ല പന്തടക്കം, നല്ല അറ്റാക്ക്, വേഗത, നല്ല മറ്റുള്ളവരിലേക്ക് പന്ത് എത്തിക്കുന്നത്. അതുപോലെ റിഫായിയുടെ സ്പീഡ്, അതാണ് എല്ലാവരും പറഞ്ഞത്. നല്ലൊരു സ്പീഡുള്ള കളിക്കാരനാണ് റിഫായി. എൻ്റെ ടീമിലെ IM വിജയൻ, കറുത്തമുത്ത്. സവാദ് ജില്ലാ താരമാണ്, ജില്ലയിലെ മികച്ച പ്ലെയറാണ്. അദ്ദേഹം എൻ്റെ ടീമിലെ ഒരു മുതൽക്കൂട്ടാണ്. അതുപോലെ മറ്റു കളിക്കാരായ വേണമെങ്കിലും പറയാം, ഫവാസും അതുപോലെ തൻഷീറും, തൻചു, എങ്ങനെ അവരുടെ കളിയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു? സത്യം പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. തൻചു ഇപ്പോഴത് അവിടെ സ്റ്റോപ്പർ ബാക്കിൽ നിൽക്കുകയാണ്. ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ പറയാൻ പറ്റും, ഒരു സ്റ്റോപ്പർ ബാക്കിനുള്ള എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിന്റെ തൻചിലുണ്ട്.
അതുപോലെ ഗസ്റ്റ് പ്ലെയേഴ്സിനെ കുറിച്ച് വല്ല എന്തെങ്കിലും ഒരു ന്യൂസ് പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ടീം സീക്രട്ടാണ്, അനൗൺസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടു മറ്റു ചില ടീമുകൾ കളിക്കാർക്ക് മിനിഞ്ഞാന്ന് ലേലത്തിൽ വിളിച്ചതിനേക്കാളും ഡബിൾ പേയ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു എൻകറേജ്മെന്റ് ആയിട്ട് എന്നാണ്. താങ്കൾ അങ്ങനെ താങ്കളുടെ ടീമിന് അങ്ങനെ വല്ലതും ഉദ്ദേശിക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാ, എൻ്റെ കുട്ടികളാണ് 6 കുട്ടികൾ, എൻ്റെ മക്കളെ പോലെ. അതായത് അവരെക്കാട്ടിയും എനിക്ക് 17 വയസ്സേ എനിക്ക് കൂടുതലുള്ളൂ. അവർക്ക് ആ മക്കളെ സ്നേഹം ഞാൻ തീർച്ചയായും കൊടുത്തിരിക്കും. അത് ഇസ്ലാമിക വശം പറയുകയാണെങ്കിൽ വലത് കൈ കൊടുത്താൽ ഇടത് കൈ അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. താങ്കൾ മൊഗ്രാൽ ക്രിക്കറ്റ് ടീമിൻ്റെ പഴയൊരു സൂപ്പർ താരമാണ്, ആയിരുന്നു. ഇപ്പോൾ എങ്ങനെ ഫുട്ബോളിലേക്ക് ഈ ചുവടുവെപ്പ് എങ്ങനെ സാധിച്ചോ പെട്ടെന്നുള്ള ഈ മാറ്റം? മൊഗ്രാലിൽ ജനിക്കുന്ന ഓരോ കുട്ടികളിലും അവരുടെ രക്തത്തിൽ ഫുട്ബോളുണ്ട്. ഫുട്ബോൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ക്രിക്കറ്റ് കളിച്ചിരുന്നെങ്കിലും മൊഗ്രാലിൻ്റെ ഒരു കളികളും ഞാൻ മിസ് ചെയ്യാറില്ലായിരുന്നു. 1983 കോട്ടക്കുഞ്ഞിപ്പ അടിച്ച ആ മാസ്മരിക ഗോൾ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അന്ന് എനിക്ക് വയസ്സ് 9. മുബാറക്കിൻ്റെയും കോട്ടക്കുഞ്ഞിപ്പയുടെയും എസ് ഖാദറിൻ്റെയും KM അബ്ദുള്ളയുടെയും TA അബ്ദുള്ള എന്നീ കളിക്കാരുടെ കളി കണ്ട് വളർന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഫുട്ബോളിനോട് കമ്പം തോന്നിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. താങ്കളുടെ ടീമിന് എങ്ങനെ വിജയപ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായിട്ടും. കറുത്ത കുതിരകളാകും എന്നുള്ള പ്രതീക്ഷ. ഏതായാലും മത്സരിക്കുക, അതാണ് പ്രധാന ലക്ഷ്യം. തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. വളരെ നല്ല കളി കാഴ്ചവെക്കുക, കാണികളുടെ മനസ്സ് കീഴടക്കുക, മൊഗ്രാലിൻ്റെ ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുക. താങ്കളുടെ ടീമിന് ഇതുവരെ കോച്ചിനെ താങ്കൾ പ്രഖ്യാപിച്ചിട്ടില്ല, എന്താ കാരണം? കോച്ചിനെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. പോക്കിച്ചാൻ്റെ അബ്ബാസ് ചാ, കോട്ട കുഞ്ഞിപ്പൈച്ച എന്നിവരുമായിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ 2 പേരെയും എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഇൻഷാ അല്ലാ നല്ലൊരു കോച്ചിനെയും നല്ലൊരു ടീമിനെയും തന്നെയായിരിക്കും ഞങ്ങൾ കളിക്കളത്തിൽ ഇറക്കുന്നത്. വെല്ലുവിളികളും ഗർജനങ്ങളൊന്നുമില്ല. വെല്ലുവിളികളില്ല, ഗർജനങ്ങളില്ല. നമ്മൾ കാണികളുടെ മനം കവരാൻ